ഈ കഥ ഒരു സബ്സ്ക്രൈബറിൻ്റെയോ സുഹൃത്തിൻ്റെയോ അല്ല, മറിച്ച് ഇതെൻ്റെ കഥയാണ്. ഞാൻ കൊടൈക്കനാൽ പോയപ്പോൾ അറിഞ്ഞ ഒരാൾ പറഞ്ഞു കേട്ട പ്രേതാനുഭവം. കൊടൈക്കനാൽ ട്രിപ്പ് പോകുന്നവരൊക്കെ ഹോട്ടലെടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. സംഭവത്തിലേക്ക് കിടക്കാം. ഇന്നേക്കൊരു 6 മാസമായി കാണും ഞാൻ കൊടൈക്കനാലിലേക്ക് പോയിട്ട്. കൊടൈക്കനാൽ എത്തിയാൽ താമസിക്കാൻ വേണ്ടി വളരെ നല്ലൊരു ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലെത്തി എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ഫ്രഷായി വിശ്രമിച്ചുകൊണ്ട് പിന്നെയും കാഴ്ചകൾ കാണാൻ പുറത്തേക്ക് പോയി. കാഴ്ചകൾ ഒരുപാടുണ്ട് കാണാൻ. അതുകൊണ്ട് എല്ലായിടത്തും സന്ദർശിക്കാൻ വേണ്ടി ഞാൻ കാർ ബുക്ക് ചെയ്തു. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു കൂടെ. ഒടുവിൽ കാർ വന്നു. സംസാരം കാറിനകത്ത് നിന്ന് തുടർന്നു. അങ്ങനെ ഓരോ സ്ഥലം എത്തുമ്പോഴും ആ സ്ഥലങ്ങളെപ്പറ്റി അറിയാവുന്ന കാറിൻ്റെ ഡ്രൈവർ ചേട്ടൻ വിശദീകരണം തരുന്നുണ്ടായിരുന്നു. ഈ സ്ഥലം ഇങ്ങനെയാണ്, ആ സ്ഥലം അങ്ങനെയാണ് എന്നൊക്കെ. അങ്ങനെ ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളുമായി തുടർന്നു. പിന്നെ ആ ഡ്രൈവർ ചേട്ടൻ എന്നെപ്പറ്റി ചോദിച്ചു, എന്താണ് പേര്, എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ. എൻ്റെ പേരും പറഞ്ഞു. ഞാനൊരു കൊച്ചു യൂട്യൂബറാണെന്നും പറഞ്ഞു. ഈ പ്രേതകഥകളൊക്കെയാണ് പബ്ലിഷ് ചെയ്യാറുള്ളതെന്നും പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഓ, കഥയൊക്കെ പബ്ലിഷ് ചെയ്യുമെന്ന് ഞാനും മൂളിക്കൊണ്ട് പറഞ്ഞു. ചേട്ടൻ്റെ കയ്യിൽ വല്ല കഥയോ അനുഭവമോ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, ഞാൻ കേൾക്കാം. കൂടാതെ അതെനിക്ക് ഉപകാരവും ആവുമെന്ന് ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു തുടങ്ങി. ഇത് ചേട്ടൻ്റെ അനുഭവമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കാര്യം, ജനങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ചില സംഭവങ്ങൾ. കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. കൊടൈക്കനാൽ എന്നത് അങ്ങനെ ഒരു സ്ഥലമാണ്. എല്ലാവരും പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. ആ 2 പേർക്കും കൊടൈക്കനാൽ ട്രിപ്പ് എന്നത് അവരുടെ ലിസ്റ്റിലുള്ള ഒന്നാണ്. ഞാനീ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ സന്ദർശിച്ച ഭാര്യ ഭർത്താവിനെ കുറിച്ചാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഹണിമൂൺ ട്രിപ്പ് കൊടൈക്കനാലിലേക്കായിരുന്നു അവർ പ്ലാൻ ഇട്ടിരുന്നത്. അങ്ങനെ കേരളത്തിലുള്ള ഇവർ 2 പേരും കൊടൈക്കനാലിലേക്ക് യാത്ര ആരംഭിച്ചു. ഏകദേശം ഒരു വൈകുന്നേരമായി കാണും. അവർ അവരുടെ ലക്ഷ്യസ്ഥാനമായ കൊടൈക്കനാലിലെത്തി. ഓൺലൈനിൽ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാതിരുന്നത് കൊടൈക്കനാലെത്തിയതിന് ശേഷം അവിടുന്ന് ഓഫ്ലൈൻ ബുക്ക് ചെയ്യാമെന്ന പ്ലാനിലായിരുന്നു. ഒരു 6-7 മണിയായി കാണും വൈകുന്നേരം. എല്ലായിടത്തും അവർ ഹോട്ടലിന് വേണ്ടി തിരഞ്ഞു. തിരിയാനൊന്നുമില്ല, കൊടൈക്കനാലിൽ ഒരുപാട് ഹോട്ടലുകളുണ്ട്. എന്നാലും ഉള്ളതിൽ നല്ലത് തിരഞ്ഞെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. കാരണം 5-6 ദിവസത്തെ ട്രിപ്പാണ്. ഹോട്ടൽ മോശമാണെങ്കിൽ കംപ്ലീറ്റ് മൂടും പോകും. അങ്ങനെ ഒടുവിൽ അവർ ഒരു ഹോട്ടൽ കാണാനിടയായി. എല്ലാ ഹോട്ടലിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് ദൂരെയാണ് ഈ ഹോട്ടൽ. അവർ ആ ഹോട്ടലിനടുത്തേക്ക് നടന്നു നീങ്ങി. ഒരു നിമിഷം അവർ അന്താളിച്ചു നിന്നു. കാരണം അത്രയും മനോഹരമായതാണ്, ബാക്കിയുള്ള ഹോട്ടലുകളിൽ നിന്നും വ്യത്യസ്തമായത്. ഈ ഹോട്ടൽ കണ്ടാൽ മറ്റു ഹോട്ടലുകൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല എന്ന് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു. ഞാൻ ബാക്കി കേൾക്കാൻ ആകാംക്ഷ കാണിച്ചു, കൂടെ എൻ്റെ 2 സുഹൃത്തുക്കളും. ചേട്ടൻ ബാക്കി പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആ ദമ്പതികൾ 2 പേരും ഹോട്ടലിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. റിസപ്ഷനിൽ റൂമിനെ പറ്റി അന്വേഷിച്ചു. എന്നാൽ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, ഒരുപാട് റൂം അവൈലബിൾ ആണ്, ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുത്തോ എന്ന്. ഒടുവിൽ 2 പേർക്കും ഇഷ്ടപ്പെട്ട മുറി അവർ തിരഞ്ഞെടുത്തു. അയാളുടെ ഭാര്യ ആ ഹോട്ടൽ നടന്നു കാണുകയായിരുന്നു. ആ സമയം റിസപ്ഷനിസ്റ്റുമായി ഭർത്താവ് ഫുഡ് സർവീസസിനെ പറ്റി ചോദിച്ചറിയുകയായിരുന്നു. ഫുഡ് സർവീസ് രാവിലെ ഹോട്ടൽ തരും, ഉച്ചയ്ക്ക് ഉണ്ടാവില്ല, രാത്രി 8 മുതൽ 9 മണിക്കിടെയാണ് ഡിന്നർ എന്നും റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. കൂടാതെ 9 മണിക്ക് ശേഷം ഹോട്ടൽ അടയ്ക്കുമെന്നും പറഞ്ഞു. അപ്പോൾ റിസപ്ഷനിസ്റ്റിനോട് അദ്ദേഹം ചോദിച്ചു, അല്ല, ഞങ്ങൾ ചിലപ്പോൾ കറങ്ങി വന്ന് ലേറ്റായാൽ വേറെ വഴിയൊന്നും ഉണ്ടാവില്ലേ എന്ന്. റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, ഇല്ല സാർ, 9 മണിക്ക് ശേഷം ഒന്നും ഉണ്ടാവില്ല, അതിവിടുത്തെ ഒരു റൂളാണ്. കൂടാതെ 9 മണിക്ക് ശേഷം ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകുമെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വളരെ വിചിത്രമായി അദ്ദേഹത്തിന് തോന്നി. കാരണം ഒരു ഹോട്ടലൊക്കെ ആയാൽ 24 മണിക്കൂറും സർവീസ് ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു ടൂറിസ്റ്റ് കൂട്ട് കൂടിയല്ലേ കൊടൈക്കനാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ റൂൾസ് കേട്ടപ്പോൾ ആശ്ചര്യം തോന്നി. ഭക്ഷണമില്ലെങ്കിൽ ശരി, പക്ഷേ ബാക്കി ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഹോട്ടലിൽ സർവീസ് ചെയ്യാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം റിസപ്ഷനിസ്റ്റിനോട് തിരക്കി. പക്ഷേ റിസപ്ഷനിസ്റ്റിൻ്റെ ഉത്തരം മാറ്റമില്ലാത്തതായിരുന്നു. 9 മണിക്ക് ശേഷം ഒരു സർവീസും ഉണ്ടാവില്ല, എല്ലാവരും തങ്ങളുടെ വീട്ടിലേക്ക് പോകുമെന്ന്. അങ്ങനെ ആ ദമ്പതികൾ ഒരു തീരുമാനത്തിലെത്തി. 9 മണിക്ക് മുന്നേ വന്ന് ഭക്ഷണം കഴിക്കാം, ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ മനോഹരമായ ഹോട്ടലിലെ 3-ാം നിലയിൽ ഒരു അടിപൊളി റൂം അവർ ബുക്ക് ചെയ്തു.
ആ മുറി എന്ന് വെച്ചാൽ അതിമനോഹരമാണ്. കൂടാതെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കൊടൈക്കനാലിൻ്റെ സൗന്ദര്യവും തണുത്ത കാറ്റ്, മഞ്ഞ്, മല, മരങ്ങൾ ഒക്കെ ആ ബാൽക്കണിയിൽ നിന്ന് ആസ്വദിക്കാം. അവർ എത്തിയത് വൈകുന്നേരമായതിനാൽ റൂമൊക്കെ എടുത്ത് ബാൽക്കണിയിലെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ രാത്രിയായി. ഒരു 7-8 മണിയായി കാണും. യാത്രയുടെ ക്ഷീണം കാരണം ആ ദിവസം കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ അവർ നിന്നില്ല. ഫ്രഷായി ഡിന്നർ കഴിക്കാൻ താഴേക്ക് ചെന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ റൂമിലേക്ക് അവർ വന്നുകൊണ്ട് അടുത്ത ദിവസത്തെ പ്ലാനിംഗ് ആയിരുന്നു അവർ. പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു 12-1 മണിയായിട്ടുണ്ടാവും. ആ സമയം എന്തെന്നില്ലാത്ത ദാഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ടായി. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ബോട്ടിലിൽ വെള്ളം ഒരു തുള്ളി പോലുമില്ല. റിസപ്ഷനിലേക്ക് ഒരു കോൾ ചെയ്തു. എന്നാൽ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് 9 മണിക്ക് ശേഷം സർവീസ് ഉണ്ടാവില്ലെന്ന കാര്യം അവർ ഓർത്തത്. ദാഹമെന്ന് വെച്ചാൽ വല്ലാത്ത ദാഹമാണ്. വെള്ളം നിർബന്ധം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബോട്ടിലെടുത്ത് റൂമിന് വെളിയിലേക്ക് വെള്ളം തേടി ഇറങ്ങി. അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിച്ചത്. ഹോട്ടൽ മുഴുവൻ ശ്മശാനമുഖത. ഒരു പൂച്ചക്കുട്ടിയുടെ ശബ്ദം പോലും എവിടെ നിന്നും കേൾക്കാനില്ല. അതുകൊണ്ട് തന്നെ ഭയം വരാൻ വേറെയൊന്നും തന്നെ വേണ്ട. അവരുടെ ഫ്ലോറിൽ വെളിച്ചമെന്ന് പറയാൻ വളരെ നേരിയ ബൾബിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. അതിലൂടെ അവർ 3-ാം നിലയിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നടന്നു നീങ്ങി. ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ആ റിസപ്ഷനിസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അവർ അത്താഴം കഴിക്കാൻ ചെന്നിടത്ത് നോക്കി. അവിടെയും ആരുമില്ല. എല്ലാം അടച്ചുപൂട്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരുന്നു. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വരാൻ നേരം അവർ ഒരു വാട്ടറിൻ്റെ ഫിൽറ്റർ കണ്ടു. വെള്ളം മെല്ലെയാണ് ബോട്ടിലിൽ വീഴുന്നത്. പക്ഷേ കുടിക്കാൻ ദാഹജലം കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ അതൊന്നും അവർ കാര്യമാക്കിയിരുന്നില്ല. എന്നാൽ വെള്ളം നിറയുന്ന സമയം അവർക്ക് തൻ്റെ പുറകിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ആരോ ഉള്ളതുപോലെ തോന്നി. പേടിയുണ്ട്. ഹസ്ബൻഡിനെ വിളിക്കാനാവില്ല. അദ്ദേഹം 3-ാം നിലയിലും താൻ ഗ്രൗണ്ട് ഫ്ലോറിലുമാണ്. അവർ തിരിഞ്ഞു നോക്കി. പക്ഷേ ആരുമില്ലായിരുന്നു. തനിക്ക് പേടി കാരണം തോന്നിയതാവുമെന്ന് കരുതി വെള്ളം നിറയ്ക്കുന്നതിൽ ശ്രദ്ധിച്ചു. അപ്പോഴാണ് വീണ്ടും പുറകിലാരോ ഉള്ളതുപോലെ തോന്നിയത്. പക്ഷേ ഇത്തവണ ഒരു സ്ത്രീ പാട്ടുപാടുന്നത് പോലെയാണ് തോന്നിയത്. ഈ സമയം അവർക്ക് തലച്ചോറിൽ പേടി അടിച്ചു കയറിയിരുന്നു. തിരിഞ്ഞു നോക്കണമെന്നുണ്ട്. എന്നാൽ അതിനുള്ള ധൈര്യമില്ല. അവരുടെ കയ്യിലെ ബോട്ടിൽ വെള്ളം നിറയുന്നതിന് അനുസരിച്ച് പുറകിലെ സ്ത്രീയുടെ പാട്ടിൻ്റെ ശബ്ദം അടുത്തടുത്ത് വരാൻ തുടങ്ങി. വെള്ളം മുഴുവൻ നിറഞ്ഞതും തൻ്റെ ചെവിയുടെ അരികിലെന്ന പോലെ പാട്ടിൻ്റെ ശബ്ദവും എത്തി. പേടി കൊണ്ട് തിരിഞ്ഞു നോക്കി. എന്നാൽ ആരുമില്ലായിരുന്നു. പക്ഷേ അവർക്ക് പേടി നന്നായി ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് ഒരു വട്ടം പോലും ആലോചിക്കാതെ വെള്ളവും എടുത്തു നേരെ താഴെ നിന്ന് 3-ാം നിലയിലേക്ക് ഓടി. താൻ ഓടി വരുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന പോലെ ആരോ തൻ്റെ പുറകിൽ ഓടി വരുന്നുണ്ടെന്ന ഫീൽ അവർക്കും ഉണ്ടായിരുന്നു. ഒടുവിലവർ 3-ാം നിലയിലെ തൻ്റെ മുറിയിലെത്തി. കാര്യം ഭർത്താവിനോട് പറഞ്ഞു. എന്നാൽ അങ്ങേർക്കിതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ആ പറഞ്ഞതൊക്കെ കാര്യമാക്കാതെ വീണ്ടും കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ ഭാര്യ വീണ്ടും പറയുന്നത് കണ്ട് ഭർത്താവ് പറഞ്ഞു, എടി മണ്ടി, നമ്മൾ ഹോട്ടലിലാണുള്ളത്. നമ്മൾ കൂടാതെ ഇവിടെ മറ്റു പലരും കാണും. ഓരോന്നോർത്ത് മനസ്സിൽ സ്ട്രെസ് നിറയ്ക്കാതെ വന്ന് കിടക്കാൻ നോക്കുന്നു. വെള്ളം കുടിച്ച് ഉറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് വെള്ളം കുടിക്കാൻ നേരം ബോട്ടിലിലോ വെള്ളം കാണാനില്ല. ഭാര്യ ഭർത്താവിനെ ഒരു തൊഴിതൊഴിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ കൊണ്ടുവന്ന വെള്ളം മുഴുവൻ കുടിച്ചോ എന്ന്. ഭർത്താവ് പറഞ്ഞു, ഞാനൊന്നും കുടിച്ചില്ല നിൻ്റെ വെള്ളം. നീ പേടി കാരണം വെള്ളം നിറയ്ക്കാതെ ഓടി വന്നതാവുമെന്ന് അങ്ങേരും പറഞ്ഞു. വേറെ നിവൃത്തിയില്ലാതെ ദേഷ്യം വന്ന് വീണ്ടും താഴേക്ക് ചെന്നു. അവൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കെ വീണ്ടും ആരോ പാടുന്ന ശബ്ദം കേട്ടു. പക്ഷേ അവളത് കാര്യമാക്കിയില്ല. പക്ഷേ ഇത്തവണ അവളുടെ വലതു ചെവിയുടെ വശത്ത് നിന്ന് ആ സ്ത്രീ ശബ്ദം പാടുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ വലതു ഭാഗത്തു നിന്നും ശബ്ദം ഇടതു ഭാഗത്തേക്ക് മാറി. അവൾ പേടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ശബ്ദം നിലച്ചു. പെട്ടെന്നൊരു തണുത്ത കാറ്റ് വീശി. പക്ഷേ അതാരോ പുറകെ നിന്ന് ഊതിയ ഒരു ഫീലാണ് അവൾക്ക് തോന്നിയത്. പിന്നെ അവൾ ഒട്ടും ചിന്തിച്ചില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് അലറിക്കൊണ്ടവൾ 3-ാം നിലയിലേക്ക് ഓടി. അകത്ത് ചെന്നവൾ വാതിൽ ആഞ്ഞടച്ച് കുറ്റിയിട്ടു. അവളുടെ ഭർത്താവ് ഉടൻ തന്നെ എഴുന്നേറ്റ് കാര്യം തിരക്കി. എന്നാൽ അവൾ ആംഗ്യ ഭാഷയിൽ ഓരോന്ന് പറയുന്നു എന്നല്ലാതെ ശ്വാസം മുട്ടി സംസാരിക്കാനാവുന്നില്ല. ഇത് കണ്ട് ഭർത്താവും ഒന്ന് നെഞ്ചടിപ്പോടെ നോക്കി നിന്നു. ശേഷം പറഞ്ഞു, നീ ആ വെള്ളം കുടിക്ക്, സമാധാനിക്ക്, എന്നിട്ട് സാവകാശം കാര്യം പറയുന്നു. അവൾ ശ്വാസമൊന്ന് അടക്കി പിടിച്ചുകൊണ്ട് വെള്ളം കുടിച്ചു. കുടിച്ചതും ഒരൊറ്റ തുപ്പിൽ തന്നെ വായിലെ വെള്ളം മുഴുവൻ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു.
അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത് വെള്ളമല്ലായിരുന്നു, മറിച്ച് കടും ചുവപ്പിലെ ഒരു ദ്രാവകമാണ്. ചോരയും കൽക്കരിയും മിക്സ് ചെയ്ത പോലുള്ള ഒന്ന്. അന്തം വിട്ടു നിന്നിടത്ത് ഭർത്താവും. അദ്ദേഹം നോക്കുമ്പോൾ അവളുടെ വായിൽ നിന്ന് ആ ദ്രാവകം ഒലിച്ചിറങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ല. എന്നാൽ ആദ്യം തൻ്റെ ഭാര്യയെ വിശ്വസിക്കാതിരുന്ന അയാൾ എല്ലാം നേരിട്ട് കണ്ടപ്പോൾ വിശ്വസിച്ചു. പെട്ടെന്നവൾ വായ കഴുകാൻ വേണ്ടി ബാത്റൂമിലേക്ക് ചെന്നു. ബാത്റൂമിൽ വലിയ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അതിലൂടെ നോക്കിയാൽ ബെഡ്റൂം കാണാമായിരുന്നു. വായ കഴുകുന്നതിനിടെ അവൾ കണ്ണാടിയിലേക്ക് നോക്കാനിടയായി. അത് കണ്ട് അവൾ ഉരിയാടാനാവാതെ പകച്ചു നിന്നു. അവൾ കണ്ടത് ബെഡ്റൂമിൽ ബെഡിലിരിക്കുന്ന തൻ്റെ ഭർത്താവ് തൻ്റെ കവിൾ വലിച്ചു കീറിക്കളയുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു വിരൂപിയായ പെൺകുട്ടിയുടെ പ്രേതം നിൽക്കുന്നു. അവൾ ഉള്ള ധൈര്യം സംഭരിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ടത് യാതൊന്നും സംഭവിക്കാത്തതുപോലെ ഒരു കുഴപ്പവുമില്ലാതെ ഭർത്താവ് ബെഡിലിരിക്കുന്നു. പിന്നീടൊരു നിമിഷം പോലും വൈകാതെ അവൾ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കിവിടുന്ന് ഇപ്പോൾ തന്നെ പോകണമെന്ന്. ഇത് കേട്ട് ഭർത്താവ് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അടുത്തു ചെന്ന് പറഞ്ഞു, നട്ടപ്പാതിരിയല്ലേ, ഇന്ന് നമുക്ക് ഈ റൂമിൽ നിന്ന് പുറത്തു പോവേണ്ട, നാളെ കാലത്ത് തന്നെ ഇവിടുന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. അത് കേട്ടതും ഭാര്യ അവളുടെ ഭർത്താവിൻ്റെ ചെവിക്കുറ്റിക്കിട്ട് ആഞ്ഞൊരു കീച്ചി. ഭാര്യ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അപ്പോൾ ഭർത്താവിന് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഒന്നും നോക്കാതെ രണ്ടുപേരും മുറിക്ക് പുറത്തേക്ക് ഓടി. ഓടുമ്പോൾ രണ്ടുപേരും ആരുടെയെങ്കിലും സഹായത്തിനു വേണ്ടി 3-ാം നിലയിലെ എല്ലാ മുറിയുടെ കതകിലും മുട്ടിക്കൊണ്ട് അലറിയാണ് ഓടുന്നത്. ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു. 3-ാം നിലയിലെ അവസാനത്തെ മുറി തുറന്നു. അവർക്കിച്ചിരി ആശ്വാസമായി. അവർ നേരെ ആ തുറന്ന മുറി ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടി. എന്നാൽ ആ കതക് തുറന്ന സ്ത്രീ നേരെ ചെന്ന് അവരുടെ ബെഡിൽ കിടന്നു. ഇവർ രണ്ടുപേരും ഓടി ആ മുറിയിൽ കയറി കതകടച്ചു. എന്നാൽ വാതിൽ തുറന്ന സ്ത്രീ ഇവരോടൊന്നും മിണ്ടുക പോലും ചെയ്യാതെ ബെഡിൽ തലയിലൂടെ പുതപ്പ് മൂടി കിടക്കുകയായിരുന്നു. രണ്ടാൾക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ അവർക്കെന്തോ പന്തികേടുണ്ടെന്ന് തോന്നി. അയാളുടെ ഭാര്യ കട്ടിലിനരികെ ചെന്ന് മുഖത്തെ പുതപ്പ് മാറ്റി നോക്കിയതും അവൾ നേരത്തെ ബാത്റൂമിൽ കണ്ട പെൺകുട്ടിയുടെ വിരൂപമായ പ്രേതമായിരുന്നു അത്. ആ പ്രേതം അവളെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. എന്നാൽ രണ്ടുപേരും തിരിഞ്ഞോടാൻ നേരം കതക് താനെ അടയാൻ പോയി. പക്ഷേ സ്വബോധമുള്ളതുകൊണ്ട് ആ കതക് അടയുന്നതിന് മുന്നേ അവളുടെ ഭർത്താവ് പിടിച്ചു നിർത്തി. ഭാഗ്യത്തിന് കതകടഞ്ഞില്ല. പക്ഷേ അയാളുടെ കൈ വാതിലിനിടയിൽ കുടുങ്ങി മുറിഞ്ഞ് ചോര വരുന്നുണ്ടായിരുന്നു. പേടി കാരണം അവർക്ക് ആ മുറിവ് ഒന്നുമല്ലാതായി തോന്നിയിരുന്നു. രണ്ടാളും പിന്നെ ഒട്ടും നോക്കിയില്ല, ഉള്ള വേഗതയിൽ ഓടി. ഓടുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ആ പ്രേതം കൈയും കാലും കുത്തി ഓടി വരുന്നു. അവരുടെ നേർക്ക പിശാച് ഓടി വരുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഫ്ലോറിലേക്ക് ഇറ്റു വീണ ചോര ഓരോ തുള്ളിയും നക്കിക്കുടിച്ചുകൊണ്ടാണ് ഓടി വരുന്നത്. ഇത് കണ്ടതും അവൾ തലകറങ്ങി വീണില്ല. പകരം ഭർത്താവിനേക്കാൾ വേഗത്തിൽ 2-ാം നിലയും 1-ാം നിലയും കടന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. പിന്നെ നേരെ റോഡിലേക്ക് കുതിച്ചു. അവളുടെ പുറകെ അവളുടെ ഭർത്താവും ഓടിപ്പുറത്തിറങ്ങി. എന്നാൽ ആ ഹോട്ടൽ വിട്ട് ഇറങ്ങിയതും ആ പ്രേതം പുറത്തേക്ക് ഇറങ്ങാനാവാതെ റോഡിലുള്ള രണ്ടുപേരെയും നോക്കി ഹോട്ടലിൻ്റെ അകത്ത് നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് പേടിയുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലായി, അതിന് ഹോട്ടലിൻ്റെ പുറത്തേക്ക് കടക്കാനാവില്ലെന്ന്. ആ റോഡിൽ പാതിരാത്രി ആ ദമ്പതിമാരും ഹോട്ടലിൻ്റെ അകത്ത വിരൂപമായ പ്രേതവും പരസ്പരം നോക്കുന്നു. ഒരു പോള കണ്ണടയ്ക്കാതെ അവർ വേറെ എവിടെയും പോകാതെ രാവിലെ ആവുന്നതുവരെ ആ റോഡരികിലെ മരത്തിനടിയിൽ ഇരുന്നു. കാരണം ഇനി ഓടാൻ അവർക്ക് ആവില്ലായിരുന്നു. ഇടയ്ക്കിടെ ആ ഹോട്ടലിൽ നോക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ ആ പ്രേതം അലഞ്ഞു നടക്കുന്നതും ഇടയ്ക്ക് ഇവരെ പേടിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ അവിടുന്നൊരു ഇഞ്ച് പോലും മാറിയില്ല. കാരണം ഹോട്ടലിൻ്റെ പുറത്തേക്ക് അതിന് വരാനാവില്ല. കൂടാതെ പേടിക്കാനുള്ളത് മുഴുവൻ ഹോട്ടലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ പേടിച്ചിരുന്നു. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനത്തിൽ അവർ നേരം വെളുപ്പിച്ചു. സൂര്യനുദിച്ചതും ആ പിശാച് മറഞ്ഞുപോയിരുന്നു. പിന്നെ അവർ ആ ഹോട്ടൽ അധികൃതർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഹോട്ടലിലെ സ്റ്റാഫ്സ് വന്നതും ഭർത്താവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് കാര്യം അവതരിപ്പിച്ചു. എന്നാൽ അവിടുത്തെ സ്റ്റാഫ്സ് പറഞ്ഞത് എന്തെന്നാൽ, സാർ, ഞങ്ങൾക്കും അറിയാം ഇവിടെ പ്രശ്നമുണ്ടെന്ന്, പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. കാരണം ഞങ്ങൾ പറഞ്ഞതൊന്നും ഇതിൻ്റെ മുതലാളി വിശ്വസിക്കുന്നില്ല. മുതലാളി വേറെ ഏതോ ഒരു നാട്ടിലാണ്. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളും അനുഭവിച്ചിരുന്നു. അതേപ്പറ്റിയും ഞങ്ങൾ മുതലാളിയോട് പറഞ്ഞു. എന്നാൽ മുതലാളി പറഞ്ഞത്,
നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയായാൽ അവിടെ നിന്ന് വീട്ടിലേക്ക് പോക്കോ. പക്ഷേ ഇല്ലാ കഥകൾ പറഞ്ഞ് കസ്റ്റമേഴ്സിനെ പേടിപ്പിക്കാൻ നിൽക്കരുത് എന്നും ഞങ്ങൾക്ക് താക്കീത് തന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല സാർ, ഇവിടെ നടന്നതിനൊക്കെ മാപ്പ് ചോദിക്കുന്നു എന്നും സ്റ്റാഫ്സ് പറഞ്ഞു. എന്നാൽ ഈ നടന്നതിനൊക്കെ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാത്തതിനാൽ നിയമപരമായും ഒന്നും ചെയ്യാനായില്ല. ഇതുപോലെ പല സംഭവങ്ങളും പിന്നീട് നടന്നിട്ടുണ്ട് ആ ഹോട്ടലിൽ എന്നും ഡ്രൈവർ ചേട്ടൻ എന്നോട് പറഞ്ഞു. എന്നിട്ടിപ്പോൾ ആ ഹോട്ടൽ എവിടെയാ, കാണിച്ചു തരാമോ എന്ന് ഞാൻ ചോദിച്ചു. എന്നാൽ ആ ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നും പ്രശ്നം രൂക്ഷമായതോടെ നാട്ടുകാർ ചേർന്നത് താഴിട്ട് പൂട്ടിയെന്നും ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു. എന്നാൽ ആരാണ് ആ പെൺകുട്ടിയെന്നും എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഇപ്പോഴും ദുരൂഹമായി കിടക്കുന്നു. അങ്ങനെ കൊടൈക്കനാൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നാട്ടിലെത്തി. എന്നാൽ ഞാൻ പോകുന്നിടത്തൊക്കെ ഹോട്ടൽസ് കണ്ടാൽ ഈ സംഭവമാണ് ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതുപോലെ എത്രയെത്ര ഹോട്ടലുകൾക്ക്, വാടക മുറികൾക്ക് എത്രയെത്ര കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാകും. അതൊന്നും നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. കണ്ടറിഞ്ഞവർക്ക് മാത്രം സത്യാവസ്ഥ അറിയാം. ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. അടുത്ത അനുഭവ കഥയുമായി വീണ്ടും കാണാം.